എല്ലാം കെട്ടിപ്പിറക്കി മുകളിലെടുത്ത് വെച്ചിരിക്കുക. ഈ സന്തോഷം ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ എന്നെ എന്തിനു കൊള്ളാം? അഖിൽ സർ, ഇന്നാ രാധിക മോളുടെ ബർത്ത്ഡേ. മ്യൂസിക് സ്കൂളിൽ ഞാൻ അവൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവള് സന്തോഷത്തോടെ നിൽക്കുമ്പോ ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും, അഖിൽ സാറിന് കാണാൻ. അടുത്ത വർഷം ഈ ദിവസത്തിന് മുൻപ് എനിക്ക് അവളുടെ മുമ്പിൽ മുഖംമൂടി ഇല്ലാതെ നിൽക്കണം. അഖിൽ സാറിന്റെ മുമ്പിൽ അവളെ കൊണ്ടുവന്ന് നിർത്തി, ഇതാണ് നിന്റെ അച്ഛനെന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കണം. എല്ലാത്തിനും എന്റെ കൂടെ ഉണ്ടാവണം. ഓളെ അനുഗ്രഹിക്കണേ. ഇല്ല, അഖിൽ സാർ കൂടെ ഇല്ലാതായിട്ട് ഒരുപാട് വർഷങ്ങളായി. പക്ഷെ ഞാനിവിടെ ഈ ഫോട്ടോയ്ക്ക് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ധൈര്യം വേറെ ആർക്കും എനിക്ക് തരാൻ പറ്റുന്നതല്ല. നല്ലതായാലും ചീത്തയായാലും അതിന്റെ നിമിത്തങ്ങളൊക്കെ അഖിൽ സാർ എനിക്ക് കാണിച്ചു തരാറുണ്ട്. ഇതെന്തോ ഒരു ദുസൂചന തന്നെയാ. എടുത്തി മോളെ ഒന്ന് വിളിച്ചേ. എന്താ? രാധികയുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. എന്റെ കൃഷ്ണ, ഞാൻ സംശയിച്ചതൊക്കെ ശരിയാവുകയാണല്ലോ. എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ വെപ്രാളം കാണിക്കാതിരിക്കും ചാമേ. നമുക്ക് എവിടെയെങ്കിലും വിളിച്ച് മോളുടെ കാര്യം അന്വേഷിക്കാം. ധൈര്യമായിട്ടിരിക്കെ. അഖിൽ സർ, മോൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. അവളുടെ കൂടെ തന്നെ ഉണ്ടാവണേ, അവളെ കാത്തോണേ. എന്തായി ആലോചിച്ചിരിക്കുന്നെ? ഓ, കാമുകി നഷ്ടപ്പെട്ടതിന്റെ സങ്കടത്തിലാവും. കാമുകിയല്ലടി, അവൾ എന്റെ ഭാര്യ. അവൾ ഇറങ്ങിപ്പോയാൽ എനിക്ക് വിഷമമുണ്ടാവും. എന്റെ വരുൺ, ഇന്നലെ വരെ മനസ്സിൽ എന്തെങ്കിലും കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിലേ അതങ്ങ് മായ്ച്ചു കളഞ്ഞേക്കും. ഇനി രാധിക കണിമംഗലത്തേക്ക് തിരിച്ചു വരില്ല. ഞാൻ വരുത്തില്ല. എന്റെയും രാധികയുടെയും പ്രണയം സത്യമാണെങ്കിൽ നീ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല പ്രിയങ്ക. എന്ത് ചെയ്തിട്ടും കാര്യമില്ല അല്ലേ? അപ്പോ അവളെ കൊന്നാലും കുഴപ്പമില്ലല്ലോ. കുറെ കാലങ്ങൾക്ക് മുൻപ് ആറ്റുവാശ്ശേരിയിലേക്ക് അർഹതയില്ലാതെ വന്ന് കയറിയ ഒരു വിഷവിത്ത. അതാ കുടുംബത്തിൽ നിന്നും പറിച്ചു കളയണമെന്ന് ഞാനൊന്ന് ആവശ്യപ്പെട്ട മുത്തശ്ശിയും അമ്മയും അച്ഛനും സന്തോഷത്തോടെ അത് ചെയ്യും.
അവിടുന്ന് കൂടി പുറത്തിറക്കിയ അന്വേഷണം നടക്കേണ്ടി വരില്ല. ഹും, എവിടെങ്കിലും ചത്ത് കിടക്കുന്ന വിവരം ആളുകൾ പറഞ്ഞു തരും. അല്ല, വരുൺ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ദേ, ഇപ്പൊ മുതൽ ആ രാധിക എന്ന് പറഞ്ഞവളെ മറക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കിടയിൽ നടന്നതൊക്കെ ഞാനും മറക്കാം. എന്നിട്ട് നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം. നാണമില്ലോടി നിനക്ക്? പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം നേട്ടത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരുത്തിയാണല്ലോ നീ. നിനക്ക് ബന്ധങ്ങളുടെ വില അറിയില്ല, അതിന്റെ സത്യസന്ധത എന്താണെന്ന് അറിയില്ല. നിനക്ക് പണത്തിന്റെ കണക്ക് മാത്രമേ അറിയൂ. നിനക്ക് ആഘോഷിക്കാൻ പണം വേണം, ആഹ്ലാദിക്കാൻ പ്രതാപം വേണം. പക്ഷേ എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടായാലും ഞാൻ എന്റെ രാധികയെ സ്വന്തമാക്കിയിരിക്കും. ഇല്ല വരുൺ, വരുണിന് ഞാൻ അവളെ തരില്ല. അതിനു മുൻപേ ഞാൻ അവളെ കൊല്ലും. എടീ, നിന്നെ ഞാൻ... എടാ വരണേ, മാറി നിക്ക. അല്ല, ഇവള് പറയുന്നത് കേട്ടില്ല മുത്തശ്ശി. ഇനി ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. മോനെ, നീ ഇവിടെ നിക്കാനല്ലേ പറഞ്ഞത്? പ്രിയങ്കെ, നീ അകത്തേക്ക് പോകാനല്ലേ പറഞ്ഞത്? ഇവിടുന്ന് എവിടെയെങ്കിലും പോവാൻ തോന്നുന്നു മുത്തശ്ശി. അതെന്തിന്? ഇത് നിന്റെ വീടാ. അവളോട് ദേഷ്യപ്പെട്ട് നീയല്ല ഇവിടുന്ന് ഇറങ്ങേണ്ടത്, അടിച്ചിറക്കേണ്ടത് അവളെയാ.